നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് പഠിച്ചു. ഒരു സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പിൾ ഫംഗ്ഷനായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കുകളുടെ വാല്യൂസ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. 4 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ, chi-square ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദെൻ ഫൈനലി എഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. ഈ മൊഡ്യൂളിൽ നമുക്ക് ടിയും chi-squareഉം എഫിനെയും പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ടി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ടി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ പേരാണ്, അദ്ദേഹത്തിൻ്റെ സ്യൂഡോനിമാണ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനെ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സാമ്പിൾ മീൻസ് ഓർ ഡിഫറൻസ് ഓഫ് മീൻസ്. അപ്പോൾ ഒരു സാമ്പിൾ മീൻ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സാമ്പിൾ മീൻ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. Students T distribution is used while making assumptions about a mean when we don't know the standard deviation. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മീനിനെ പറ്റിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൻഡ് ഒരു പോയിന്റ് കൂടിയുണ്ട്, when we don't know the standard deviation. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാത്ത സിറ്റുവേഷൻസിൽ മീനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ടി ഡിസ്ട്രിബ്യൂഷൻ. T distribution is similar to normal distribution but flatter and shorter. Flatter and shorter എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കേർവിനെ പറ്റിയിട്ടാണ്. ഇപ്പം നോർമലിൻ്റെ കേർവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് സെയിം കേർവ് തന്നെയാണ് ഇതിന്, പക്ഷേ ഇതിനെക്കാട്ട് കുറച്ചുകൂടി ഫ്ലാറ്റും ഷോർട്ടും ആയിട്ടുള്ള കേർവാണ് ടി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. As high as the degrees of freedom, the closer the distribution will approximate a standard normal distribution. അപ്പോൾ ഈ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ യൂഷ്വൽ പാരാമെട്രിക് ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ്? അതിൻ്റെ പാരാമീറ്ററിൻ്റെ ബേസിസിലാണ് പറയുക. സേ ഫോർ എക്സാമ്പിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ബി ഒരു ബ്രാക്കറ്റിൽ എൻ പി, ബൈനോമിയൽ എൻ പി എന്നാണ് നമ്മൾ പറയുക. ഇതിൽ ഈ എന്നും പിയും എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സാണ്. സോ പാരാമെട്രിക് ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ടുള്ള ബൈനോമിയൽ, പോസോൺ, ഇതിനൊക്കെ നമ്മൾ അതിൻ്റെ പാരാമീറ്ററിൻ്റെ ബേസിസിലാണ് പറയുന്നത്. പക്ഷേ ഈ ടിയും എഫും chi-squareഉം ഈ 3 ഡിസ്ട്രിബ്യൂഷൻസിനെ നമ്മൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ബേസിസിലാണ് ക്യാരക്ടറൈസ് ചെയ്യുക. അപ്പോൾ ഈ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസിന് സിമിലർ ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലും ടിയും തമ്മിൽ, സേ ഫോർ എക്സാമ്പിൾ നോർമലും ടിയും രണ്ടും എന്തിനെ പറ്റിയുള്ളതാണ്? മീനിന് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടി ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആയിരിക്കുമ്പം ആൻഡ് ഓൾസോ നമ്മുടെ സാമ്പിൾ സൈസ് n ലെസ് ദാൻ 30 ആയിരിക്കുമ്പോൾ, സാമ്പിൾ സൈസ് ചെറുതായിരിക്കുമ്പോൾ. അതർവൈസ് നമ്മൾ മീനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ നോർമൽ തന്നെയാണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആവുകയോ സാമ്പിൾ സൈസ് n എന്ന് പറയുന്നത് 30യേക്കാൾ കൂടുതലാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമ്മളതിനെ നോർമൽ തന്നെയാണ് ഉപയോഗിക്കുക. ഈ 2 സിറ്റുവേഷൻസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോണും സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആവുന്ന സിറ്റുവേഷനിൽ മീനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മീൻ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Let X have a normal distribution with mean mu for the sample size n with sample mean x bar and sample standard deviation s. Then the variable t has a student's t distribution with n-1 degrees of freedom if its formula is given by t is equal to x bar minus mu divided by s by root n. ഇതാണ് ടി സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഈ പെർട്ടിക്കുലർ സ്റ്റാറ്റിസ്റ്റിക് ഫോളോസ്, ഈ സിമ്പിൾ ഫോളോസ് ആണ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1. ടീൻ്റെ ബ്രാക്കറ്റിലാണ് നമ്മൾ n-1 എന്ന് എഴുതുക. n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എങ്ങനെയാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തത്? ആദ്യം നമ്മൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ എക്സ് ചൂസ് ചെയ്തു. ആൻഡ് അതിൻ്റെ മീൻ മ്യൂ, അതായത് പോപ്പുലേഷൻ മീനാണ് മ്യൂ എന്ന് പറയുന്നത്. ആൻഡ് സാമ്പിൾ സൈസ് സ്മോൾ n, സാമ്പിൾ മീൻ എക്സ് ബാർ ആൻഡ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ്. ദെൻ എ വേരിയബിൾ ടി, അതായത് ഈ പെർട്ടിക്കുലർ നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ
യൂസ് ചെയ്യേണ്ട സ്റ്റാറ്റിസ്റ്റിക്കാണ് ടി സ്റ്റാറ്റിസ്റ്റിക്. ആ ടി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഫോമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് എക്സ് ബാർ മൈനസ് മ്യൂ. എക്സ് ബാർ മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ മീനിൻ്റെയും പോപ്പുലേഷൻ മീനിൻ്റെയും ഡിഫറൻസ്, മീനുകളുടെ ഡിഫറൻസോ അല്ലെങ്കിൽ മീനോ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് ടി എന്ന് നമ്മൾ പറഞ്ഞു. ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് n, അതായത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സാമ്പിൾ സൈസ്. ഇതാണ് ടി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഫോർമുല. ആൻഡ് ഇത് ഫോളോ ചെയ്യുന്ന ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 ആണ്. അതായത് സാമ്പിൾ സൈസ് n ആവുന്ന സമയത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? n-1 ആണ്. ഒന്ന് കുറഞ്ഞു. അതായത് നമ്മുടെ സാമ്പിൾ സൈസ് 10 ആണെന്ന് വിചാരിക്കുക. 10 ഇൻഡിവിജ്വൽസ് ആണ് നമ്മുടെ സാമ്പിളിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 9 ആയിരിക്കും. 11 ആണെങ്കിൽ 10 ആയിരിക്കും. അങ്ങനെ എത്രയാണോ ഡിഗ്രീസ് ഓഫ് സാമ്പിൾ സൈസ് അത് -1 ആയിരിക്കും എപ്പോഴും നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. T distribution is most useful for small sample sizes when the population standard deviation is not known. നേരത്തെ പറഞ്ഞു നമ്മുടെ സ്മോൾ സാമ്പിൾ ലാർജ് സാമ്പിൾ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കുക സാമ്പിൾ സൈസ് 30ലാണ്. അതായത് 30നെക്കാട്ടിലും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്മോൾ സാമ്പിൾ എന്ന് വിളിക്കും. 30നെക്കാട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ലാർജ് സാമ്പിൾ എന്ന് വിളിക്കും. T distribution resembles the standard normal distribution because it is bell-shaped, symmetrical, continues infinitely in either direction and has a mean 0. ഈ ടി ഡിസ്ട്രിബ്യൂഷൻ നോർമലായിട്ട് റിലേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷനും സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്, വെറും നോർമൽ അല്ല. സ്റ്റാൻഡേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ 0-1 ആണ്. അതായത് മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് 1 ആയിട്ടുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വരയ്ക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത് ബെൽ ഷേപ്ഡ് ആണ്. ഇതാണ് ബെൽ ഷേപ്പ് എന്ന് പറയുന്നത്. ആൻഡ് സിമ്മെട്രിക്കലാണ്. അതായത് നമ്മൾ നടുക്കൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും ഒരു മിറേർഡ് പോലെയുള്ളതാണ്. സിമ്മെട്രിക്കലാണ്. കണ്ടിന്യൂസ് ഇൻഫിനിറ്റ്ലി, അതായത് ഇതിവിടെ തട്ടി അവസാനിക്കുന്നില്ല, ഇതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. എക്സാക്ട്ലി ആ ഓപ്പോസിറ്റ് ടെയിലും അങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. ഇൻ ഈദർ ഡയറക്ഷൻ, അതായത് പോസിറ്റീവ് ഡയറക്ഷനിലും നെഗറ്റീവ് ഡയറക്ഷനിലും രണ്ടിലേക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫിനിറ്റ്ലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഹാസ് മീൻ 0. സ്റ്റാൻഡേർഡ് നോർമൽ നമ്മൾ പറഞ്ഞു മീൻ എന്താണ്? 0 ആണ്. അതുപോലെ ടി ഡിസ്ട്രിബ്യൂഷനും മീൻ 0 ആണ്. ദ ഫോർമുല ഫോർ ദ ടി സ്റ്റാറ്റിസ്റ്റിക് ഇസ് ഗിവൺ ബൈ T is equal to x bar minus mu divided by s by root n-1. This test statistic is used for testing the significance of a single mean. ഒരു സിംഗിൾ മീനിൻ്റെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക് ടി സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് n-1. നേരത്തെ തൊട്ട് മുന്നേ നമ്മളൊരു ടി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കണ്ടായിരുന്നല്ലോ. അവിടെ എന്താണ്? റൂട്ട് എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ റൂട്ട് n-1 ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ, ഈ പെർട്ടിക്കുലർ ഇക്വേഷനാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n-1. ടി ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. നേരത്തെ റൂട്ട് n അല്ല. എന്തുകൊണ്ടാണ് ഇവിടെ റൂട്ട് n-1 ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ സൈസ്, ടിയുടെ കേസിൽ സാമ്പിൾ സൈസ് n എന്ന് പറയുന്നത് 30യെക്കാട്ടിലും കുറവാണ്. അപ്പോൾ സാമ്പിൾ സൈസ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ടെസ്റ്റിലുള്ള എറർ കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ആ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാറ്റിസ്റ്റീഷ്യൻ സ്റ്റുഡൻറ്റ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കോമ്പൻസേഷൻ മെത്തേഡാണ് ഈ റൂട്ട് n-ന് പകരം റൂട്ട് n-1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എററിനെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ റൂട്ട് n-1 ഉപയോഗിക്കുന്നത്. This test statistic is used for testing the significance of a single mean. Degrees of freedom. The degrees of freedom for T distribution is given by n-1. That is, if we have a sample of size 6, നമ്മുടെ സാമ്പിളിൻ്റെ size 6 ആണെങ്കിൽ എത്രയാവും degrees of freedom? 5 ആവും. As degrees of freedom increases, T distribution looks more like normal distribution. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. The difference between T distribution and normal distribution is that T distribution has fatter tails, that is, it is leptokurtic. അതിൻ്റെ കേർട്ടോസിസ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. T distribution കേർട്ടോസിസ് എന്ന് പറയുന്നത് leptokurtic ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്.